എവരിവൺ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ ബലൂണൊക്കെ ഞാനിവിടെ ഊതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ഡെക്കറേഷൻ പരിപാടി എന്ന് പറയുന്നത്. ഇത് പപ്പ പിന്നെ രണ്ടാമത് പോയി അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ഒരു സ്റ്റേജ് പോലെ ആക്കി വെച്ചിട്ടുള്ളതാണ്. രണ്ട് ഒരു ഇതായിട്ട് വെച്ചു. കേക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡൊക്കെ തിന്നത്. പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അതിനുശേഷം ഇന്ന് ഇത്രയും പേരാണ് കേസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി, ഇറച്ചി, സലാഡ്, പിന്നെന്തുവാണ് അച്ചാറുണ്ടാറ്, അടിപൊളി ഫുഡായിരുന്നു. ഇത് ഞാൻ കുറേ കാലം മുമ്പ് എടുത്ത് വെച്ച ബിരിയാണി ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഗൈസ്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ മുഖ്യം ബിഗിലേ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഫോട്ടോ എടുത്തു. ചെന്നാൽ പിന്നെ എന്നൊക്കെയല്ലേ നമുക്കൊരു ഷോയിങ് സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെ ഞാൻ ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം. അപ്പം ഇതൊക്കെ എനിക്ക് സൈഡിൽ ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അബിൻ മോനായിരുന്നു ക്യാമറമാനായിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചില ഫോട്ടോസൊക്കെ. ഇത് ചിന്മയ, മൈ സിസ്റ്റർ ഇൻ ലോ, മാമൻ്റെ മോളായിരുന്നു. അപ്പോൾ അവളുമായിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ഒരു ഗ്ലോയി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മിനുക്കത്തിലൊക്കെ. പിന്നെ നമ്മൾ ലവും ഹാർട്ട് ഷേപ്പൊക്കെ കൊടുത്ത് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൊരു കൈ കണ്ടു നിങ്ങൾ. പിന്നെ നമ്മൾ പിള്ളേർ സെറ്റ് ഫുൾ ഓണാണ് ഗൈസ്, ഓൺ. നമ്മൾ അവരൊക്കെ ചേർന്ന് എടുത്തു. പിന്നെ എൻ്റെ കുറേ സ്റ്റൈൽ പോസുകൾ ഇങ്ങനെ കുറേ എടുത്തു. പിന്നെ നമ്മൾ ഒരുമിച്ച് നിന്ന് കുറേ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പാസ്റ്റ് ആൻറ്റിയും അങ്കിളും കൂടെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെന്നതിന് കേക്ക് മുറിച്ച് നമ്മൾ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു പെട്ടി നടക്കുന്ന ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ എക്സ്പ്രഷനൊന്നും ക്യാമറയിൽ വരത്തില്ല. അപ്പോൾ താങ്ക് യു അങ്കിൾ. പിന്നെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആറാഴ്ച വീടൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ കുറേ ഇഞ്ചിന് പിന്നെ കഴിച്ച് പിന്നെ കുറേ ബണ്ണൊക്കെ ഇത് തന്നെ വന്നിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കുറേ ഗിഫ്റ്റ്സ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കിട്ടി.